ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിൽ ക്യാപ്ഷനൊക്കെ കണ്ട പോലെ തന്നെ സൺസ്ക്രീന് കൊടുത്തിട്ടുള്ള SPF ശരിക്കും അത്ര ഉണ്ടോ? എന്താണ് ഈ SPF? അതുപോലെ തന്നെ SPF PA പ്ലസ് 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 സൺസ്ക്രീൻ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെല്ലാവരെയും നല്ല രീതിയിൽ അട്രാക്ട് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ മേടിക്കുന്ന ആ ഒരു മിടുക്ക്, ആ ഒരു സൺസ്ക്രീൻ ആ ഒരു പ്രൊഡക്റ്റിന് ഉണ്ടോ? ഏതൊക്കെ പ്രൊഡക്ട്സിനാണ് പറഞ്ഞത്ര ആ ഒരു SPF കാര്യങ്ങൾ ഉള്ളത്? എന്താണ് SPF എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടത്. അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രദ്ധിക്കുക, എന്നാലും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് മനസ്സിലാവുകയുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ ഇങ്ങോട്ട് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് എന്താണ് SPF എന്നുള്ള കാര്യം കേട്ടോ. ഈ SPF വെച്ച് കഴിഞ്ഞാൽ ഹാർംഫുൾ ആയിട്ടുള്ള UVB റേസ് നമ്മളെ സൺസ്ക്രീൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ യൂസ് ചെയ്യും. കാരണം ഒരുപാട് UV റേസും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിലോട്ട് വന്ന് പതിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവുന്നതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡാമേജ് ആവുന്നതുകൊണ്ട് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു SPF എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം SPF ഉള്ളതാണ് നമ്മൾ നോക്കി വാങ്ങിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റിനും കാര്യങ്ങളൊക്കെ കൂടുതലും 50 PA+++ എന്ന് കൊടുത്തിട്ടുണ്ടാവും, കൂടുതൽ 70 PA+++ എന്നും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വാങ്ങിക്കുക ഈ SPF കൂടുതലുള്ളതാണ്. ആ കൂടുതലുള്ള പ്രൊഡക്റ്റിനും കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുള്ള അത്ര SPF കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഞാൻ അതിന് മുന്നേ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ 2 ലാബുകളിലായിട്ട് ഈ സൺസ്ക്രീനും കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് പുള്ളിക്കാരൻ കൊടുത്തപ്പോൾ ഈ 50 PA+++ ഉള്ളതിനൊന്നും ഈ ഒരു 50 PA+++ ഇല്ല. കാരണം കൂടുതൽ ബ്രാൻഡ്സും ഫേക്ക് ആയിട്ടുള്ള ഇൻഫോർമേഷനും കാര്യങ്ങളാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. കൂടുതൽ ആൾക്കാർ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷനും കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കോട്ടെ. അതുപോലെ തന്നെ 50 PA+++നേക്കാട്ടി കൂടുതലുള്ള ഒരുപാട് സൺസ്ക്രീൻ ഉണ്ട്. അതൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് അതൊരു യൂസ്ഫുൾ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു കണ്ടന്റിലോട്ട് കിടക്കാം. നമ്മൾ എല്ലാവരും സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കാറുള്ളത് അതിന്റെ SPF കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്. ഞാനും ആ ഒരു പ്രൊഡക്റ്റിന്റെ നോക്കിയിട്ട് തന്നെയാണ് വാങ്ങിക്കല്. പക്ഷേ ഈ ഒരു വീഡിയോനെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം നമ്മൾ 50 എന്ന് വിചാരിച്ച് വാങ്ങിക്കുന്നതൊന്നും 50 ഇല്ല. അപ്പോൾ 50ക്ക് മേലുള്ള സൺസ്ക്രീൻ 4 എണ്ണമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതും വായിക്കുക. അതുപോലെ തന്നെ അതിൽ 50 കൊടുത്തിട്ട് അല്ലെങ്കിൽ 70 കൊടുത്തിട്ട് പറ്റ കുറവുള്ള സൺസ്ക്രീൻ ഞാൻ വായിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. എനിക്കിത് കറക്റ്റ് അറിയില്ല. ലാബിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇങ്ങനെയുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അത് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ലാക്മിയുടെ സൺസ്ക്രീൻ ആണ്. അത് 52.96 ആയിട്ടുള്ളത്. 50 PA++ പറഞ്ഞിട്ട് 52.96 ആണ് ഉള്ളത്. അപ്പോൾ അത് നല്ലൊരു സൺസ്ക്രീൻ ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തത് മിനിമലിസ്റ്റിൻ്റെയാണ്. മിനിമലിസ്റ്റിൻ്റെതും 50 PA+++ എന്ന് പറഞ്ഞിട്ട് 78.54 ആണ്. അപ്പോൾ ഇതും നല്ലൊരു സൺസ്ക്രീൻ തന്നെയാണ്. പിന്നെ ഉള്ളതാണ് ഡെർമക്കോൻ്റെത്. ഡെർമക്കോൻ്റെത് 50 PA+++ പറഞ്ഞിട്ട് 79.54 ആണ്. അപ്പോൾ ഇതൊക്കെ നല്ല സൺസ്ക്രീൻ ആണ്. പിന്നെ ലാസ്റ്റ് ഇത് എക്കോലോജിക്കയുടെ. അത് എക്കോലോജിക്കയുടെ ഒരുപാട് SPF ഉണ്ട് കേട്ടോ. 146.5 ആണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി സൺസ്ക്രീൻ ആണ്. SPF കൂടുതലുള്ളതാണ്. ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ 50 എന്ന് പറഞ്ഞിട്ടും 70 എന്ന് പറഞ്ഞിട്ടും ഭയങ്കര ലോയിലേക്ക് പോയിട്ടുള്ള SPFും കാര്യങ്ങളുള്ള സൺസ്ക്രീൻ ആട്ടോ. ഫസ്റ്റ് ഇത് ഫോക്സ്റ്റെയിലിന്റെ സൺസ്ക്രീൻ ആണ്. അത് 50 PA+++ എന്ന് പറഞ്ഞിട്ട് 36.90 ആയിട്ടുള്ളത്. രണ്ടാമത് ഡോട്ട് ആൻഡ് കീയുടെ വിറ്റമിൻ C സൺസ്ക്രീൻ ഉണ്ട്. അത് 50 PA+++ എന്ന് പറഞ്ഞിട്ട് 14.98 ആയിട്ടുള്ളത്. നെക്സ്റ്റ് ലോട്ടസിൻ്റെയാണ്. ലോട്ടസിൻ്റെ 50 PA++ എന്ന് പറഞ്ഞിട്ട് 16.89 ആട്ടോ. ഭയങ്കര കുറവാണ്. അതുപോലെ തന്നെ ഡീകസ്റ്റിൻ്റെതും അതുപോലെ പറഞ്ഞിട്ട് 17.82 ആട്ടോ. ഇതൊക്കെ ഭയങ്കര ലോ ആണ്. 15 എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും ലോ ആയിട്ടാണ് ഇതിൻ്റെ SPFും കാര്യങ്ങളൊക്കെ റിസൾട്ടിൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ വിഷ്കെയറിൻ്റെ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളതാണ്. കാരണം തീരെ ഫേസ് ഒന്നും സ്വെറ്റ് ആവും കാര്യങ്ങളൊന്നുമില്ല. അത്ര അടിപൊളിയായിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് 14.54 ആണ് ഇതിൻ്റെ ഒരു SPF വരുന്നത്. 50 PA+++ കൊടുത്തിട്ടാണ് ഇത് വരുന്നത്, നിങ്ങൾ ആലോചിക്കണം. അതുപോലെ തന്നെ റെനയുടെ SPF വന്നിട്ട് 70 PA+++ ആണ്. പക്ഷെ റിയൽ ആയിട്ട് 12.81 ആണ്. അത്രയും ലോ ആണ്. ഇത്രയും പറഞ്ഞ സൺസ്ക്രീനിനെക്കാട്ടി ഭയങ്കര ലോ ആണ്. SPF കൂടുതൽ കൊടുത്തിട്ട് പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഭയങ്കര കുറവായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സൺസ്ക്രീനിൻ്റെ SPFും കാര്യങ്ങളാണ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടുള്ള ധാരണയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം SPFിൻ്റെ ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ ആ ഒരു പ്രൊഡക്റ്റിൽ കണ്ടിട്ട് നമ്മൾ SPF വാങ്ങിക്കുക, അത്രയും SPF ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ആ ഒരു സൺസ്ക്രീൻ വാങ്ങിച്ചിട്ട് അത്ര ഇല്ല എന്ന് അറിയുമ്പോൾ ഇത്ര ഒന്നും ഇല്ല, റിസൾട്ട് വന്നപ്പോൾ ഇത്ര ഒന്നും ഇല്ല എന്ന് അറിഞ്ഞപ്പോൾ നല്ല പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ SPF 50 PA+++ ഉള്ള 4 സൺസ്ക്രീൻ മിനിമലിസ്റ്റ്, എക്കോലോജിക്ക, ലാക്മേ, അതുപോലെ തന്നെ ഒന്നും കൂടെ ഉണ്ടല്ലോ ഡെർമക്കോ, ഇതിൻ്റെ ഒക്കെ ഈ 4 സൺസ്ക്രീനും 50 PA+++ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനത്തെ ഈ ബ്രാൻഡഡിൻ്റെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യുക. കാരണം
ഇത്ര SPF 50 PA+++ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് SPF കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ഐ മീൻ സൺസ്ക്രീന് വിശ്വാസത്തോടു കൂടി വാങ്ങിക്കാട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് ചെറിയൊരു ധാരണയും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെറിയൊരു ഇൻഫർമേഷനും കാര്യങ്ങളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെന്നും എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടത് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ദിസ് ഈസ് സൈനിങ് ഔട്ട്. ബൈ.